അപ്പൊ എന്നെ എത്ര പറഞ്ഞാലും ഇവന് പകരം വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു ഇതൊക്കെ പറയെങ്കിലും കാര്യമില്ല. 90% അല്ലെങ്കിൽ 99% ഒരു നമ്മുടെ ടീമിലുള്ള ഒരാൾ ഒരു കാര്യം തെറ്റിച്ച് ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് തെറ്റിന് മനസ്സിലായില്ല. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കാറ്. അത് ക്ലാരിറ്റിയിൽ അവൻ്റെ അടുത്ത് കിട്ടിയിട്ടില്ല. അയാൾ ആ സാധനം ചെയ്യുന്നതിൻ്റെ കാരണം എന്താ, ഞാൻ കൃത്യമായിട്ട് അവനത് ക്ലാരിറ്റിയിൽ കൊടുത്തിട്ടില്ല. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ക്ലാരിറ്റിയിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ നമ്മളെ കുറവാണ്. അവനിൽ നിന്നുണ്ടാവുന്ന ആ പ്രശ്നത്തെ നമ്മൾ ഏറ്റെടുക്കണം. ഇത് എന്തുകൊണ്ട് എൻ്റെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു, കാരണം ഞാൻ കൃത്യമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. നമ്മുടെ ഓഫീസിൻ്റെ ഉള്ളിൽ പല ഭാഗങ്ങളിൽ നിന്നുള്ള, പല ദേശങ്ങളിൽ നിന്നുള്ള, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ടാവും. ഇവരെല്ലാവരും ഒരുപോലെ ആവണം നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കില്ല. അതെ, യൂണിഫോമിറ്റി കൊണ്ടുവരും. നമ്മൾ യൂണിഫോംസ് ധരിക്കുന്നത് എന്തിനാണ്? ഇതിൻ്റെ ഈ ഒരു ഡിഫറൻസ് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യൂണിഫോം കൊണ്ടുവരുന്നത്, ഹയറാർക്കി കൊണ്ടുവരുന്നത്, തട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം ഒക്കെ ശരിയാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഇവരെ വേറെ ദേശത്തു നിന്ന്, വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, വേറെ മെന്റാലിറ്റിയിൽ നിന്ന്, ഓരോ മനുഷ്യനും, അതെ, എത്ര കോടി മനുഷ്യരുണ്ടോ ഓരോന്നും ഡിഫറെന്റ് ആണ്. അതെ, ഇതെന്ന് പറയേണ്ട ആവശ്യം. അപ്പം ഈ ഒരാളെ സമീപിക്കുന്ന രീതിയിൽ പലരും പറയാറുണ്ട് എല്ലാവരെയും നമ്മൾ ഒരേ രീതിയിൽ സമീപിക്കണം എന്ന്. ഞാൻ അതിനെതിരാണ്. ഒരു സെറ്റ് ഓഫ് ടാസ്കുകൾ നമുക്ക് ഒരേ രീതിയിൽ സമീപിക്കാം. ഉദാഹരണത്തിന് ലോഗിൻ ടൈം നിങ്ങളെല്ലാവരും പാലിക്കേണ്ട കാര്യമാണ്. ഡിസിപ്ലിൻ, മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി, ഇതെല്ലാവരും ഒരുപോലെ തന്നെ അനുസരിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ ഈ പറയുന്ന ഒരു പ്രാവശ്യം പറഞ്ഞാൽ കേട്ടാൽ മനസ്സിലാവുന്ന ആളുകളുണ്ട്, 2 പ്രാവശ്യം പറഞ്ഞാൽ കേട്ടാൽ മനസ്സിലാവുന്ന ആളുകളുണ്ട്. ഇത് രണ്ടുപേരോടും അവന് ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലാവും, നിനക്കെന്താ മനസ്സിലാവാത്തത് എന്ന് ചോദിക്കുന്നിടത്ത് പ്രോബ്ലം തുടങ്ങി. അവിടെ ചിലപ്പോൾ നമ്മൾ അവർക്ക് 2 പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടി വരും. ചില ആളുകളെ വഴക്ക് പറഞ്ഞാൽ അവർ ചാർജ്ഡ് ആവും. ഇപ്പം എൻ്റെ അച്ഛന് വീണ്ടും ഫാമിലിയിലോട്ട് വരികയാണ്, എന്നെ വഴക്ക് പറഞ്ഞാൽ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കണം. പക്ഷേ അച്ഛൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബിസിനസ് ടാക്ടിക്സ് അവിടെ എടുക്കുന്നുണ്ട്. എവിടെയാണ് അടി കൊടുക്കേണ്ടത് ഇവനെ ചാർജ് ചെയ്യാൻ എന്നുള്ള അച്ഛൻ അറിയാം. അച്ഛൻ ചെന്ന് അമ്മയെ വഴക്ക് പറയും, നീ കാരണമാണ് ഇവനിങ്ങനെ ആയത്, ക്ഷമിക്കണം, എല്ലാവരുടെ വീട്ടിലൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാവും, നീ എനിക്കത് ഭയങ്കര ഹേർട്ടിങ് ആണ്. അമ്മയെ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹേർട്ടിങ്ങാണ്. അടുത്തൊരു 3 ദിവസം ഉണ്ടോ, ചാർജ് തീർന്നു, 3 ദിവസത്തിലുള്ള ചാർജിങ്ങേ ഉള്ളൂ. ആ 3 ദിവസം നന്നായിട്ട് പഠിക്കും, ഇഷ്ടമില്ലെങ്കിലും ഇരുന്ന് പഠിക്കും. അപ്പം എന്നെ എത്ര പറഞ്ഞാലും ഇവന് പകരം വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു ഇതൊക്കെ പറയെങ്കിലും കാര്യമില്ല. വാഴയല്ലേ, ഓക്കെ ശരി. പക്ഷേ അമ്മയെ വഴക്ക് പറയുമ്പോൾ അപ്പം അച്ഛനെന്ത് ചെയ്യുക? അമ്മയെ വഴക്ക് പറയും. ഇതാണ് നമ്മുടെ ബിസിനസ് ടാക്ടിക്സ്. എവിടെയാണോ അതിന് എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന അവിടെയാണ് നമ്മൾ സൊല്യൂഷൻ. ഇത് ഒരു വലിയൊരു വേറെ ഒരുപാട് കാര്യമുണ്ട്. ഈ ഒരു ബിസിനസ് ഓണർ എല്ലാവരും കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ലെങ്കിലും അടുത്ത് നിൽക്കുന്ന ചില ആളുകളായിട്ട് ഇങ്ങനെ തന്നെ കണക്ട് ചെയ്ത് നിൽക്കണം. അവരുടെ ആവശ്യം എന്താണ്, അവരുടെ ഇഷ്ടം എന്താണ്, അവരുടെ അനിഷ്ടം എന്താണ്, അത് കണ്ടറിഞ്ഞ് ഇതുപോലെ ചാർജ് ചെയ്യുന്ന ഏത് പ്ലഗ് ഉണ്ടല്ലോ, എന്തായാലും എവിടെ കുത്തിയാലാണ് അത് ചാർജ് ചെയ്യാന്നുള്ളത് വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതെ, കാരണം നമ്മളെന്ത് ചെയ്യും, ഷോർട്ടായി പോകും, അടിച്ചു പോകും. ഈ കാര്യമില്ലാത്ത സ്ഥലത്തൊക്കെ ചില ഡയലോഗുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അടിച്ചു പോകും. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ആളുകളാണ് ട്രൂ മാനേജേഴ്സ് എന്ന് പറയുന്നത്. അവർ മാനേജർ മാത്രമല്ല, അവർ ലീഡേഴ്സാണ്. എൻ്റെ ചേച്ചി, എല്ലാവരും ഇതൊക്കെ നമുക്ക് ബിസിനസ്സിലോട്ട് എടുക്കാൻ പറ്റും. ചെറുപ്പത്തിൽ 4 മണിക്ക് എണീറ്റിട്ട് പഠിക്കാൻ പറയും ഞങ്ങളോട്. ചെറിയ പിള്ളേരായിരിക്കുമ്പോൾ ഞാനും അനിയനും ഒരുപാട് കാര്യങ്ങളുണ്ട്, വാഷ്റൂം, ടോയ്ലറ്റ്സ് ക്ലീൻ ചെയ്യണം, ഇതൊക്കെ ഞങ്ങൾ ചെറുപ്പം മുതൽക്ക് ഞങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ നമുക്ക് വില്ലിങ്നെസ് ഉണ്ടാവില്ല ആ ഒരു പ്രായത്തിൽ. എന്താ ചേച്ചി ചെയ്തതെന്നറിയോ? രാവിലെ 4 മണിക്ക് ടീനേജ് മ്യൂട്ടൻറ്റ് നിഞ്ച ടർട്ടിൽസ്, ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇങ്ങനെ ഒരു കാർട്ടൂൺ ഉണ്ട്. ഈ കാർട്ടൂൺ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് രാവിലെ 4 മണിക്ക് നമ്മളുടെ ടി വിയിൽ ആ ഒരു സമയത്തുണ്ട്. ഞങ്ങൾ ഉടനെ വിളിച്ചിട്ട് ഈ കാർട്ടൂൺ തുടങ്ങി എണീക്കെന്ന് പറയും. പഠിക്കാൻ എണീക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കില്ല, മനസ്സിലായില്ലേ? നമ്മളൊരു ടൂറ് പോകുന്നൊരു പ്രതീതിയാണ്. ആ ടൂറ് പോകണം, എണീക്ക് എന്ന് പറയുന്ന പോലെ കാർട്ടൂൺ ടീനേജ് മ്യൂട്ടൻറ്റ് തുടങ്ങി, നീ എണീക്കുന്നത്. അപ്പം ഞാനും എൻ്റെ ബ്രദറും ഞങ്ങൾ ചാടി എണീക്കും, സംഭവം എണീക്കാതെ തരമില്ല, വിളിക്കും. 5 മണിയാകുമ്പോൾ കാർട്ടൂൺ തീർന്നു, ഉറക്കം പോയി. 7:30 വരെ ഇരുന്ന് പഠിക്കും.
പഠിച്ചു കഴിഞ്ഞാലേ അടുത്ത ദിവസം അല്ലെങ്കിൽ വൈകുന്നേരം വന്നാൽ കളിക്കാൻ പറ്റുള്ളൂ, കണ്ടീഷൻസാണ്. അപ്പം വില്ലിംഗ്ലി അല്ലെങ്കിലും നമ്മളത് നമ്മളുടെ ചില ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മളത് പണിയെടുക്കേണ്ടി വരും. അല്ലാതെ ഞാൻ പഠിച്ചിട്ടൊന്നുമല്ല എനിക്കത് മാർക്ക് കിട്ടിയതും ഫസ്റ്റ് ക്ലാസ് കിട്ടിയതൊന്നും. ഈ ഇത്തരത്തിലുള്ള മാനേജ്മെന്റ് ടാക്ടിക്സ് അവിടെ അറിഞ്ഞോ അറിയാതെയോ അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ നമുക്ക് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മളുടെ ഇവിടെ ഓഫീസിലും നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മളുടെ എംപ്ലോയീസ് അവരെന്നെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നന്നാവാനൊന്നും പോകുന്നില്ല. നമ്മളുടെ കുറച്ച് പൊടിമരുന്നുകൾ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ആ കമ്മ്യൂണിക്കേഷൻ ടാക്ടിക്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഇൻഡിവിജ്വൽ ആവാം, നല്ലൊരു മാനേജർ ആവും, നല്ലൊരു ലീഡർ ആവും എന്നുള്ളതാണ്. പിന്നെ ചില വ്യക്തികളുണ്ട് എന്ത് പറഞ്ഞാലും നെഗറ്റീവ്, അതെല്ലാം ഇഗ്നോർ ചെയ്യാനും നമ്മൾ പഠിക്കണം. ഇതെല്ലാം കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. ഇൻഡെപ്ത് കാര്യമാണ്. ഒരുപാട് പോകാനുണ്ട്. നമുക്ക് സെക്കൻഡിലേക്ക് പോകാം. 360 വ്യൂ. 360 വ്യൂവിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അപ്രീസിയേഷൻ കൊടുക്കേണ്ടവർക്ക് നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കണം. ഈ വഴക്ക് പറയേണ്ടടുത്ത് ഏത് രീതിയിലാണ് എന്നുള്ളത് അടുത്തൊരു വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 കാറ്റഗറി. ചിലർക്ക് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ ചിലർക്ക് അടി കൊടുത്താൽ മനസ്സിലാവും, ചില ആളുകൾക്ക് നമ്മൾ 2-3 പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാവണം. ചില ആളുകൾ നമ്മുടെ ആമിർ ഖാൻ്റെ മൂവി താരേ ജമീൻ പർ ആണെന്ന് തോന്നുന്നു അല്ലേ, കുട്ടി ആരെന്ത് പഠിപ്പിച്ചു കഴിഞ്ഞാലും കുട്ടി അത് തല തിരിച്ച് എഴുതുകയുള്ളൂ. അത് എന്താണ് അവിടുത്തെ പ്രോബ്ലം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് സൊല്യൂഷൻ കൊണ്ടുവന്നപ്പോൾ സൊല്യൂഷനായി. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെ നമ്മളുടെ ഓഡിയൻസ്, നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവർ എങ്ങനെ ഇത് പെർസീവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് സൊല്യൂഷനായി.